ഹലോ, എല്ലാവർക്കും നമസ്കാരം. മുംബൈയിലെ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് എങ്ങോട്ടാണെന്നുള്ള ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉത്തരവില്ല. ബാംഗ്ലൂർ നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷെ 800 കിലോമീറ്ററിലോളം കൂടുതലുണ്ട്. സോ ഇന്ന് എന്തായാലും എത്തില്ല. അപ്പൊ ഇതൊരു നോ പ്ലാൻ റൈഡാണ്. യോ ഗായ്സ്, അപ്പോൾ നമ്മൾ മുംബൈയോട് പതുക്കെ ടാറ്റ പറയാം. ഇവിടെ 11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ട്. എന്താണെന്നറിയോ, അല്ലാന്നുണ്ടെങ്കിൽ സീനാണ്. അത്രയും ട്രാഫിക്കാണ്, അനങ്ങാൻ പറ്റാത്ത അത്രയും ട്രാഫിക്ക്. നമ്മൾ ഇപ്പോൾ ഒരു 8 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഓഫീസ് അവേഴ്സ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അല്ലേ പിന്നെ 5 മണിക്ക് പോകണം. പിന്നെ അത്രയും ട്രാവൽ ചെയ്തതുകൊണ്ട് അത്രയും എന്താ പറയുക, ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് 5 മണിക്ക് എണീറ്റ് പോകാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഉപേക്ഷിച്ച് 11:30ക്കാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ട്രാഫിക്കിൽ നിന്നൊക്കെ ഒഴിവായി നമ്മൾ നേരെ ഹൈവേയിൽ കയറി. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് ഉള്ള റൂട്ടാണല്ലോ നമ്മുടെ കൊങ്കൺ റൂട്ട്. അപ്പോൾ നമുക്ക് നിറയെ കാഴ്ചകളുണ്ട്. നമുക്ക് വല്ല വഴിയെ കാണാം കേട്ടോ. എന്താല്ലേ, റൈഡ് ചെയ്ത് അറിയണേ ഇല്ല. ഞാൻ എപ്പോഴാണ് കുറച്ച് ഒരു റെസ്റ്റ് എടുത്തത് കേട്ടോ. റെസ്റ്റ് കാരണം ഒരു ചായ കുടിക്കാൻ നിർത്തിയത്. ഞാനിങ്ങനെ റൈഡ് ചെയ്ത് എന്താ പറയുക, റെസ്റ്റ് എടുക്കാനൊക്കെ മറന്നുപോയി. പക്ഷേ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല. അതാണ് ആകെ 150 കിലോമീറ്റർ എങ്ങാണ്ട് ഓടിയിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും ശ്രമിക്കാം. ബാംഗ്ലൂർ എന്തായാലും എത്തില്ല. ഞാനൊരു പകുതി കിലോമീറ്റർ കണക്കാക്കിയിട്ടാണ് ഒരു 400-500 കിലോമീറ്റർ നിർത്തിയിട്ട് സ്റ്റേ അടിക്കാന്നുള്ളൊരു ഇതിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇനിയിപ്പോൾ 800 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ കൂടിപ്പോയാൽ ഒരു 200-250 അല്ലേ പറ്റുള്ളൂ. 650 നാളെ രാവിലെ എണീറ്റ് സെറ്റ് ചെയ്യാം, അതേ നടക്കുള്ളൂ. അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല തെളിഞ്ഞ ആകാശം, മല, തീർച്ചയായിട്ട് നല്ലൊരു സിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഈക്വലായിട്ട് പോകുന്ന, അതായത് മലയിലൂടെ പോകുന്ന ഒരു ഫ്ലൈ ഓവർ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് കണ്ടോ, നല്ല രസമുണ്ട്. എന്തല്ലേ കെട്ടിടങ്ങൾ, ഈ ഫ്ലൈ ഓവർ നോക്കില്ലേ, ഓരോരോ തലകൾ. കൊങ്കൺ റൂട്ടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പഠിക്കേ പൊന്നു മക്കളെ, നിങ്ങൾ മറ്റേ പോർട്ടബിൾ മറ്റേ ഇതില്ലേ, പാഡോക്ക് ചെറുത്, അത് നിങ്ങൾ മെയിൻ സ്റ്റാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും വാങ്ങി കൈ വെച്ചോ. ഇല്ലെങ്കിൽ നിങ്ങൾ തേയും. ഞാൻ അവിടെ തേഞ്ഞ് നോക്കി, ഒന്ന് ലൂബ് ചെയ്യാൻ പറ്റാതെ എത്ര നേരമായിന്നറിയാം. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് ലൂബ് ചെയ്യാൻ പറ്റി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ എവിടെ എത്തുമെന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം, എത്തനവിടെ നിർത്താം. കുറച്ച് ഒരു 8-10 മണി വരെ വേണമെങ്കിൽ റൈഡ് ചെയ്യാം. എന്നിട്ട് എവിടെയാണ് എത്തണേ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. അത് അപ്പോൾ അങ്ങനെയുള്ള പരിപാടി നന്നായിരിക്കും. ഓ വാവ്, മലകളെ അങ്ങോട്ട് കടഞ്ഞെടുത്തേക്ക് വന്നു. ഇവിടുത്തെ റോഡിൽ സത്യം പറയട്ടെ, എനിക്ക് ഇന്നലെ വന്നതിൽ അഹമ്മദാബാദ് ടു മുംബൈ റൂട്ട് ഹൈവേ NH-48 ഇതേ സാധനം തന്നെ. ഇത് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ആ അഹമ്മദാബാദ് മുംബൈ ഹൈവേ, അയ്യോ, ഇത്ര വൃത്തികെട്ട ഹൈവേ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഇപ്പോൾ ഓൾമോസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഞാൻ കാണുന്നുണ്ട്. ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, ഹൈവേൻ്റെ കാര്യം പറയുന്നത്. അയ്യോ,
വൃത്തികെട്ട ഹൈവേ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഹൈവേ. അതായത് റോഡ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുക, കുഴിയല്ല, ലൈക്ക് അതായത് താന്ന് ഇരുന്നിരിക്കുകയാണ് റോഡ്. നമ്മൾ അറിയാതെ രാത്രിയൊക്കെ റൈഡ് ചെയ്ത സമയത്ത് എത്ര ബുദ്ധിമുട്ടിയെന്നറിയോ. കൊണ്ട് അതിൻ്റെ മണ്ടയിൽ വീണ് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓ എൻ്റെ മോനെ, ഇതൊക്കെ ഭംഗി. നമുക്കിതും കൂടെ ഒന്ന് ഓണാക്കാം. ഏതോ കൊങ്കൺ റൂട്ടിൻ്റെ അഴകിൽ വന്നു തുടങ്ങി, ടണലുകൾ വന്നു തുടങ്ങി. അടിപൊളി. ആ വ്യൂ നോക്കില്ല എൻ്റെ പൊന്നെ. ഇത് NH-48 തന്നെയാണ് കേട്ടോ, പക്ഷേ ഇത് നന്നായിട്ടുണ്ട്. പിന്നെ അഹമ്മദാബാദ് മുംബൈ ഹൈവേ ആണ് പറഞ്ഞത്. ഓ 1458 മീറ്റർ, അതായത് 1.4 കിലോമീറ്റർ. കോളി കോളി. പക്ഷെ നമ്മുടെ ലഡാക്കിൻ്റെ ടണൽ അത്ര വരൂല. ഓ ഫുള്ള് മലനെ അങ്ങോട്ട് ഇവിടെ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഫോണിൽ, ഞാൻ ഫോൺ എന്താ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്രസ് ഹൈവേകളുണ്ട്, ലിങ്ക് റോഡുകളുണ്ട്. വെറുതെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ലിങ്ക് കാണിച്ചു തരുന്നത്. അതാണ് കാർപ്ലേ ഓഫ് ചെയ്തത്. ഈ കാർപ്ലേനെ കൊണ്ടുള്ള ശല്യം അതാണ് കേട്ടോ. നേരെ എക്സ്പ്രസ് ഹൈവേയിൽ എക്സ്പ്രസ് ഹൈവേയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടോൾ കൊടുത്തിട്ട് ഇത്രയും കാശ് കൊടുത്ത് ഉണ്ടാക്കുന്ന എക്സ്പ്രസ് വേ ഒരു വേണമെങ്കിൽ ഒരു ലൈന് ബൈക്കിന് വേണ്ടി വിടാമായിരുന്നു. എന്നിട്ട് ടോൾ കൊടുത്തിട്ട് എക്സ്പ്രസ് വേയിൽ കയറാൻ പറ്റുന്നത് വേണമെങ്കിൽ കയറിയാൽ മതി. അതിപ്പോൾ ലോക്കൽസ് ആയാലും ആരായാലും കൊടുക്കട്ടെ, ടോൾ കൊടുക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഈ മറ്റേ എന്താ പറയുക, അധികമുള്ള റസ്റ്റൊക്കെ അങ്ങ് നിൽക്കും. എന്തായാലും ഭീമമായിട്ടുള്ള ഇതാണല്ലോ, അപ്പോൾ അതങ്ങ് നിൽക്കില്ല. പൊളി പൊളി. അപ്പോൾ അതങ്ങനെ എന്താ പറയുക, എക്സ്പ്രസ് വേയിൽ കയറി ഉണ്ടായിരുന്നെങ്കിൽ 2 മണിക്കൂർ നമുക്ക് ലാഭിക്കായിരുന്നു കേട്ടോ. ടോട്ടൽ 2 മണിക്കൂർ. ഇത് എന്താ പറയുക, നമ്മളെ എക്സ്പ്രസ് ഹൈവേയിൽ കയറ്റുന്നത് പ്രതിഷേധിക്കണം ശരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ എവിടെയാണോ എന്താ പറയുക, കുറച്ചുകൂടെ ഇച്ചിരി ലേറ്റ് ആയാലും കുറച്ചുകൂടെ റൈഡ് ചെയ്തിട്ട് എവിടെ എത്തണോ അവിടെ എത്തിയിട്ട് നമുക്ക് റൂം എടുത്ത് സ്റ്റേ അടിക്കാം. നമ്മൾ റൈഡ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് വണ്ടി നല്ലതായിട്ടൊരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് ഒക്കെ അങ്ങ് പോയി. സ്മൂത്ത്നെസ് പോയിട്ട് ഒരു ചെറിയ ബലം പിടുത്തം, ഒരു സൗണ്ട് ചേഞ്ച് എല്ലാം വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂബ് അടിച്ചിട്ടില്ല. ലൂബ് അടിക്കാൻ ഇന്നലെ പറ്റിയില്ല. കാരണം എൻ്റെ അടുത്ത് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടിയാണല്ലോ. എൻ്റെ അടുത്താണെങ്കിൽ മറ്റേ പോർട്ടബിൾ ഇതും ഇല്ല. അപ്പോൾ ലൂബ് അടിക്കാൻ എവിടെയെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചർ കടയിലാണ് നിർത്തിയത്. पंचर पहला पंचर है यार ये। क्या हो गया? എനിക്ക് തോന്നുന്നു ഇൻഡ്യൂഷൻ ആണോ ഇനി സിക്സ്ത് സെൻസ് ആണോ എന്നറിയില്ല. അപ്പോൾ വണ്ടി ആദ്യത്തെ പഞ്ചർ, ലഡാക്ക് കയറിയിട്ട് പോലും നമുക്ക് പഞ്ചർ കിട്ടിയിട്ടില്ല. ഈ റൂട്ടിൽ കിട്ടിയിട്ടോ. हाँ आगे
इसमें 38 रख लो 38। हाँ कितना है? ലഡാക്ക് പോയിട്ട് കിട്ടാത്ത പഞ്ചർ മുംബൈ വന്നപ്പോൾ കിട്ടിയിട്ടോ. അയ്യോ, അപ്പോൾ ആദ്യത്തെ പഞ്ചറാണ്. ഞാൻ വെറുതെ ജസ്റ്റ് ലൂബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. ശരി എന്നാൽ പിന്നെ എയർ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് എയർ ചെക്ക് ചെയ്തതാണ്. നോക്കുമ്പോൾ ദേ കിടക്കുന്ന ഒരു ആടി. എന്താ പറയാ, അപ്പോൾ കറക്റ്റ് പഞ്ചർ അടിയിൽ തന്നെ പോയി നിന്നു കേട്ടോ. പഞ്ചറായത് ഇപ്പം എങ്ങാനും കയറിയതാണെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ഒന്നും വണ്ടി നിർത്തിയപ്പോൾ കാറ്റൊന്നും പോയിരുന്നില്ല. ഇനിയിപ്പോൾ അത് കയറി നിന്നതുകൊണ്ട് കാറ്റ് പോകാത്തതാണോ എപ്പോൾ പഞ്ചറായതാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ഓക്കെയാണ്. ലൂബും കൂടെ അടിച്ചാൽ സന്തോഷമാവും. ലൂബിലടിക്കാൻ വർക്ക്ഷോപ്പ് ആയിരുന്നു അവിടെ കിട്ടും. ഈ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതിൻ്റെ മെയിൻ എന്താ പറയുക ഒരു ഇതാണ്. മറ്റേത് വാങ്ങിയുമില്ല. ആ പോർട്ടബിൾ പാഡോക്ക് വാങ്ങിയുമില്ല. ആകെ പണിയുണ്ട്. ലൂബില്ലാതെ ഓടിക്കുന്നത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുമാതിരി ബലം പിടുത്തം ശരിയില്ല. ഓരോരോ പണികൾ വരുന്ന വഴികൾ അല്ലേ. അപ്പോൾ ടയറിലെ ആദ്യത്തെ പഞ്ചർ നമ്മൾ മേടിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പഞ്ചറായിട്ട് കുറേ ആയിരുന്നു. കാറ്റ് പോകാത്തതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. അവൻ പഞ്ചർ പക്ഷെ ഇവിടുത്തെ അവൻ പഞ്ചർ മറ്റേ പഞ്ചർ അടച്ച വിധം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട്. നമ്മുടെ അടുത്ത് പഞ്ചർ ആയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ഞാൻ അവിടെ നിർത്തിയത് കൊണ്ട് അവനെ കൊണ്ട് ചെയ്യിച്ചേ ഉള്ളൂ. പക്ഷെ അവൻ പഞ്ചർ അടച്ച വിധം ഒരുമാതിരി ഇല്ലായിരുന്നു. തെറ്റായോ ഇല്ലയോ എന്ന് അറിയില്ല. കാറ്റ് എന്തായാലും പോകുന്നില്ല. അപ്പോൾ ഓക്കെയാണ്. നമ്മൾ നേരെ മുംബൈയിൽ നിന്ന് ഗോവ പോകുന്നില്ല കേട്ടോ, നേരെ ബാംഗ്ലൂരാണ് പിടിക്കുന്നത്. ഒരുപാട് ദിവസമായില്ലേ. ജോലിയിലേക്ക് കയറേണ്ട സമയമായി. അതുകൊണ്ട് നമ്മളൊരു പതുക്കെ വീട്ടിൽ ചെല്ലാന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഗോവ പോകുന്നില്ല. ഗോവ ഞാൻ ആദ്യം ഒന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മറ്റേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിത്ര വിപുലമായിട്ടുള്ളതൊന്നുമല്ല. അന്ന് യൂട്യൂബ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അറിയില്ല എങ്ങനെ ഇടണം എന്ത് ചെയ്യണമെന്നത്. അപ്പം അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര ഒന്നുകൂടെ വരും. മഹാരാഷ്ട്ര നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പിന്നെ മുംബൈയിലടക്കം ഞാൻ കറങ്ങാതിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയുള്ള കാഴ്ചകൾ എന്തായാലും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുള്ള് മഹാരാഷ്ട്ര, അതായത് ഈച്ച് ആൻഡ് എവറി കോർണർ മെയിൻ പാട്ടുകളെല്ലാം കവർ ചെയ്യുന്ന പോലെ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പം തൽക്കാലം നമ്മൾ ബാംഗ്ലൂർ പിടിക്കുകയാണ്. ഏകദേശം 987 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ 900 കിലോമീറ്റർ ഉണ്ട്. ഈ പോണി ടു അതെന്താണ് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ലൂബ് അടിച്ച് വണ്ടി ഓടിച്ചാലും വലിയ ഗുണമൊന്നുമില്ല. എന്നാലും ഒന്നുമില്ലാത്തതിനേയും കാട്ടി ബെറ്റർ എന്തെങ്കിലുമൊക്കെ ഉള്ളതല്ലേ. ഞാനൊന്ന്
ആയിക്കോട്ടെ കേട്ടോ. നമ്മൾ പിന്നെ കണ്ടിന്യൂസ് റൈഡാണ് ചെയ്തത്. റൈഡ് ചെയ്തതിന് ശേഷം ചെറിയ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ റൈഡ് എന്തായാലും സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് നാളെ തുടരാമെന്ന്. അപ്പോൾ അടുത്തുള്ളൊരു ഹോം സ്റ്റേയിൽ നമ്മൾ റൂം എടുത്തു. അപ്പോൾ നാളത്തെ റൈഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.